പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഇൻ KS കാർഡ് ബാങ്ക്, അതേപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് തുടങ്ങിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർ കോമൺ ആയിട്ട് വരുത്താവുന്ന മിസ്റ്റേക്സുകൾ, അതാണ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഈ മിസ്റ്റേക്സുകൾ നിങ്ങൾ ഒഴിവാക്കി കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. അപ്പൊ ഞാൻ ഓരോ മിസ്റ്റേക്സുകളായിട്ട് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ എക്സാമിന് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, 28/2/2026 എക്സാം. അപ്പൊ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി 12/12/2025 ആണ്. ഒരിക്കലും ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 എക്സാമിനും സെപ്പറേറ്റ് കൺഫർമേഷൻ കൊടുക്കണം അല്ലെ. നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അയച്ചിട്ടുണ്ടാകും, KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് അയച്ചിട്ടുണ്ടാകും. അപ്പൊ അത് 2 പോസ്റ്റിനും സെപ്പറേറ്റ് കൺഫർമേഷൻ കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ ഒരു പോസ്റ്റിന് മാത്രം കൺഫർമേഷൻ കൊടുക്കരുത്. കോമൺ എക്സാം ആണ്, കോമൺ OMR ഷീറ്റ്, കോമൺ എക്സാം ഹാളിൽ കോമൺ ഹാൾ ടിക്കറ്റ്. ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് 2 കാറ്റഗറി നമ്പർ ആയിട്ട് വരും എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ OMR ഷീറ്റ് എഴുതിയിരുന്നാൽ മതി. അപ്പൊ അങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്. ഒരു പരീക്ഷ എഴുതാൻ പറ്റത്തോളെന്ന് വിചാരിച്ച് ഒരു കാറ്റഗറിക്ക് മാത്രം കൺഫർമേഷൻ കൊടുക്കരുത്. നിങ്ങൾ സെപ്പറേറ്റ് ഈ പോസ്റ്റിന് സെപ്പറേറ്റ് കൺഫർമേഷൻ കൊടുക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ 2 പോസ്റ്റിനും സെപ്പറേറ്റ് കൺഫർമേഷൻ കൊടുക്കണം. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ കാര്യം, KS കാർഡ് ബാങ്കിന്റെ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്തവരുടെ എണ്ണം 68,953 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ എണ്ണം കണ്ട് പേടിക്കണ്ട. കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, 380/2025 ആണ്. ഇത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഇനി ഇതിന്റെ സൊസൈറ്റി കാറ്റഗറി ഒന്ന് നോക്കിയേ. കാറ്റഗറി നമ്പർ 381/2025, അപ്ലൈ ചെയ്ത എണ്ണം 147 മാത്രമാണ്. അപ്പൊ സൊസൈറ്റി കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് പോസ്റ്റ് അടിച്ചെടുക്കാം അല്ലെ. ആകെ 147 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ഇരുന്നൊന്ന് പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താം. ആള് കുറവാ. ഇനി ജനറൽ കാൻഡിഡേറ്റോ, ഇത്രയും പേര് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അത്യാവശ്യം വേക്കൻസി ഉണ്ട്. നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടാൽ 90 ദിവസം നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വപ്ന ജോലി നിങ്ങൾക്ക് എളുപ്പത്തിൽ അടിച്ചെടുക്കാം. ഓക്കെ, ദെൻ ഇതിനകത്ത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും കൂടെ ഉണ്ട്, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. അതിന്റെ കാറ്റഗറി നമ്പർ 379/2025 ആണ്. എല്ലാത്തിനും കോമൺ എക്സാം ആണ്. അപ്പൊ JCIക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം നോക്കി, 54,517 പേരാണ്. അപ്പോ ഈ നമ്പർ കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സിലബസ് വെച്ചിട്ട് കൃത്യമായിട്ട് സിലബസിനെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചു പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാലാം. അപ്പൊ ഈ മെത്തേഡിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ കിട്ടും. ഓക്കെ, ഇപ്പൊ കോമൺ പരീക്ഷയാണ്. ഞാൻ ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ ഒന്ന് പറയാം. നമ്മൾ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് 50 മാർക്കിന് കോർപ്പറേഷൻ, 40 മാർക്കിന് ബാങ്കിങ്, 10 മാർക്കിന് IT ആൻഡ് സൈബർ ലോ, അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, KS കാർഡ് ബാങ്കിന് ഇന്റർവ്യൂ ഇല്ല, OMR പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇനി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അതിന് ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് OMR പരീക്ഷയുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. KS കാർഡ് ബാങ്കിന് OMR പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പൊ KS കാർഡ് ബാങ്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നിങ്ങൾ വിട്ടുകളയരുത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും നല്ല ഒരു പോസ്റ്റ് തന്നെയാണ്. ഞാൻ KS കാർഡ് ബാങ്ക് എടുത്തു പറയാൻ കാര്യം, പല ആൾക്കാരും KS കാർഡ് ബാങ്കിന് അത്ര സീരിയസ് ആയിട്ട് നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോഴാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വരുത്തുന്ന പ്രധാനമായിട്ടുള്ള ആദ്യത്തെ മിസ്റ്റേക്ക്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം പാറ്റേൺ ആൻഡ് എക്സാക്ട് കോമ്പറ്റീഷൻ ലെവൽ. ഇപ്പൊ ഒരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അതിന്റെ സിലബസ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് അനലൈസ് ചെയ്തിരിക്കണം. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഗോ ത്രൂ ചെയ്യണം, അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ആയാലും കോമ്പറ്റീഷൻ ലെവൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം.
പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തയ്യാറെടുക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലേ ഒന്നും അറിയാതെ നമ്മൾ വെറുതെ അങ്ങ് എക്സാം വിളിച്ചു വെറുതെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ജോലിയൊക്കെ നിർത്തിയിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾ ലൈഫിൽ കാണിക്കുന്ന വലിയൊരു അബദ്ധമായിരിക്കും. ചിലപ്പോൾ നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ടായിരിക്കും തയ്യാറെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാം പാറ്റേൺ നോക്കുക, കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കുക, എന്നിട്ട് തയ്യാറെടുക്കണം. ഓക്കെ. അടുത്ത കാര്യം, നോട്ട് ഐഡന്റിഫൈങ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പൊ അത് ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. കാര്യം നമ്മൾ കോമ്പറ്റീഷൻ ലെവലൊക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ഇത് എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? കാര്യം എന്താ, സിലബസ് വന്നിട്ടുണ്ട്. അപ്പൊ സിലബസ് വന്നിട്ടുണ്ട്, 90 ദിവസമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. അപ്പൊ ഇത് എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് എനിക്ക് ഏതൊക്കെ സബ്ജക്ട് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഏതൊക്കെ സബ്ജക്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ തയ്യാറെടുക്കാൻ. അപ്പൊ നിങ്ങൾ സിലബസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുത്തു തുടങ്ങാൻ. ഓക്കെ. അടുത്ത കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആൾക്കാർ കാണിക്കുന്നത്, സിലബസ് ഒന്ന് നോക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാല നമ്മുടെ സിലബസ് നോക്കിയാൽ സിലബസ് വളരെ വേഗമായിട്ടുള്ള ഒരു ഐഡിയ തരത്തേ ഉള്ളൂ. PSC തരുന്ന സിലബസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സിലബസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിലബസ് നോക്കിയാൽ എന്താണ്, അതിനകത്ത് ഓരോ ലൈൻസ് കൊടുക്കും. ഇതിനകത്ത് എന്ത് പഠിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാത്ത ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും സിലബസിനെ പറ്റി ക്ലാരിറ്റി ഇല്ലാതെ ഒരിക്കലും സെൽഫ് സ്റ്റഡി ചെയ്യരുത്. അപ്പൊ ഇനി 90 ദിവസമേ ഉള്ളൂ. അപ്പൊ 90 ദിവസത്തിനകത്ത് ഇനി സിലബസിൽ എന്തൊക്കെ പഠിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യാം, ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ സിലബസിനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് ഡീറ്റെയിൽഡ് സിലബസ് ആക്കി എടുത്തതിന് ശേഷം പഠിക്കുക. ഓക്കെ. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഈ ഡീറ്റെയിൽഡ് അല്ലാത്ത സിലബസ് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഇഗ്നോറിംഗ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇന്നബിലിറ്റി ടു ഫൈൻഡ് റിലവന്റ് MCQ സോൾവ്സ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും നമ്മൾ അതിന്റെ കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ പരീക്ഷാ ഹാളിൽ 1.25 മണിക്കൂറോ ഉള്ളൂ നമുക്ക് പരീക്ഷാ ഹാളില. ആ പരീക്ഷാ ഹാളിൽ ഇരുന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത്രയും പഠിച്ച കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് നമ്മൾ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പോകണം, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കുക മാത്രം ചെയ്താൽ പോരാ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ MCQs, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിന്റെ MCQs പ്രാക്ടീസ് ചെയ്യണം. എല്ലാം പഠിച്ചു തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പരീക്ഷകൾ എഴുതണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എക്സാം ഹാളിൽ ഈ സ്പീഡിൽ നമുക്ക് പോയി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള MCQ സോഴ്സും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം പഠിക്കാനാണ്. നമുക്ക് കണ്ടന്റ് മാത്രം വെറുതെ പഠിച്ചാൽ പോരാ, ആ കണ്ടന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള MCQs കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാത്ത പക്ഷം നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലിമിറ്റഡ് ടൈമിൽ നമുക്ക് പോയി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അടുത്തത്, യൂസിങ് ഇംപ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ. അതോടൊപ്പം തന്നെ ഓവർഫ്ലോ ഓഫ് മെറ്റീരിയൽ. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഏത് മെറ്റീരിയൽ പഠിക്കണമെന്ന് അറിയത്തില്ല, ചുമ്മാ ഒരു റാങ്ക് ഫയൽ മേടിച്ച് പഠിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ആവശ്യത്തിൽ കൂടുതലുള്ള മെറ്റീരിയൽ എല്ലാം എടുത്തു വെച്ച് പഠിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ, കൃത്യമായിട്ടുള്ള ഓരോന്നിനും വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 90 ദിവസം മതി ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ. 90 ദിവസം ധാരാളമാണ്. 60 ദിവസമോ 65 ദിവസമോ ഒക്കെ നന്നായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ സിലബസ് ആണിത്. അപ്പൊ അതിന് ഇതൊരു ഹിമാലയം ടാസ്ക് ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 90 ദിവസം ധാരാളമാണ്. അപ്പൊ എയ്തർ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഉള്ള സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ഓക്കെ. അല്ലാതെ ആവശ്യമില്ലാത്ത മെറ്റീരിയൽ എല്ലാം എടുത്തു വെച്ച് പഠിക്കാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ചും പഠിക്കരുത്.
ഓവർഫ്ലോ ഓഫ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യും. അതേപോലെ തന്നെ ആവശ്യം ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യും. ഒരിക്കലും ഒരു റാങ്ക് ഫയൽ വെച്ച് പഠിച്ച് നമുക്ക് മാർക്ക് മേടിക്കുക എന്നുള്ള ആ ഒരു മോഹമായിട്ട് നടക്കരുത്. ഇപ്പോഴത്തെ PSC യുടെ ട്രെൻഡ് ഒക്കെ മാറിയിട്ടുണ്ട്. പഴയ പോലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. ഓക്കെ, അടുത്തത് സൂപ്പർഫിഷ്യൽ സ്റ്റഡിങ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡെപ്ത് പ്രിപ്പറേഷൻ. പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യും? സർഫസ് ലെവലിൽ പഠിക്കും. ആ സർഫസ് ലെവലിൽ പഠിച്ചാൽ നിങ്ങൾ പഠിക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുമ്പോൾ നിങ്ങൾ ഇൻഡെപ്തി പഠിക്കണം. അല്ലാതെ ഒരിക്കലും സർഫസ് ലെവലിൽ പഠിച്ചാൽ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്തത് ചൂസിങ് ദ റോങ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു നല്ല വിശ്വസിക്കാവുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നല്ല ക്ലാസ്സുകൾ ഡെലിവറി ചെയ്യുന്ന, നല്ല സർവീസ് തരുന്ന, നമ്മുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന നല്ല മെന്റേഴ്സ് ഉള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. ചിലര് എന്ത് ചെയ്യും? ഒരബദ്ധം പറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പൈസ കൊടുത്തു പോയല്ലോ എന്ന് കരുതി ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഒരു അബദ്ധം പറ്റിയ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു റോങ് ആയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്വിച്ച് ചെയ്യുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ പഠിക്കുക. ഓക്കെ, then poor study plan and ineffective time management. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽ എല്ലാം വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോഴായാലും നമുക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു പ്ലാൻ ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കണം? ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ സ്റ്റഡി പ്ലാനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റഡി പ്ലാനകത്ത് നമുക്ക് പഠിക്കാൻ, കണ്ടന്റ് കവർ ചെയ്യാനും, ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്യാനും, റിവിഷൻ ചെയ്യാനും, അതേപോലെ തന്നെ എല്ലാം റിവിഷൻ ചെയ്തതിനു ശേഷം ഫൈനൽ പരീക്ഷ എഴുതാനും, അതോടൊപ്പം തന്നെ ഫൈനൽ പരീക്ഷ എഴുതി നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് ക്വിക്ക് റിവിഷനും കൂടെ, ഏറ്റവും അവസാനത്തെ ഫൈനൽ ലാപ്പ് റിവിഷനും കൂടെ ഉള്ള ഷെഡ്യൂള് നിങ്ങളുടെ സ്റ്റഡി പ്ലാനകത്ത് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കരുത്. അപ്പൊ ഈ പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ 90 days പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മൾ സക്സസ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കണം. അപ്പൊ അതിനകത്ത് ഇക്കാര്യങ്ങളെല്ലാം ചെയ്ത്, അതായത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, റിവിഷൻ ചെയ്യണം, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യണം, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് വേണം, അതോടൊപ്പം തന്നെ ഫൈനൽ ലാപ്പ് റിവിഷൻ വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആദ്യ റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. അടുത്തത് ഇൻകൺസിസ്റ്റൻസി ഇൻ പ്രിപ്പറേഷൻ. നമ്മൾ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കും, അടുത്ത ദിവസം പഠിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും ആകരുത്. നമുക്ക് എപ്പോഴും ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും നമുക്കറിയാം നമ്മുടെ മുമ്പിൽ മിനിമം ടൈമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മിനിമം ടൈമിൽ മാക്സിമം പെർഫോമൻസ് ആണ്, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്. മിനിമം ടൈമിൽ മാക്സിമം ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഏതൊരു മേഖലയിലായാലും, കോമ്പറ്റീറ്റീവ് എക്സാം അല്ല, ഏതൊരു മേഖലയിലായാലും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിന് ഏതൊരു വലിയ ലക്ഷ്യവും വളരെ എളുപ്പത്തിൽ അയാൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുന്നതിനകത്തല്ല, എല്ലാ ദിവസവും 3 മണിക്കൂർ പഠിക്കാൻ പറ്റിയ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്വാളിറ്റി ടൈമാണ് നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടത്. അല്ലാതെ ആവശ്യത്തിൽ കൂടുതൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഇംപ്രോപ്പർ റിവിഷൻ ആൻഡ് ഇൻസഫിഷ്യന്റ് MCQ പ്രാക്ടീസ്. അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് റിവിഷൻ ഇല്ല എങ്കിൽ നമുക്ക് പറ്റത്തില്ല. കറക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യണം. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത MCQ എല്ലാം എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മെന്റേഴ്സിനോട് ചോദിക്കുക, ഇല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാത്രം റിലേ ചെയ്യുക. അവർ തരുന്ന MCQs അവരുടെ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, then listening to negative opinions from outsiders can affect the preparation. നമ്മൾ ഒരിക്കലും നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടാത്ത പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പുറത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം കേട്ട് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ്. നമ്മൾ ഈ എക്സാമിന് പഠിക്കുക എന്ന് തന്നെ ആരോടും പറയണ്ട. നമ്മളെ പ്രിപ്പറേഷനൊക്കെ രഹസ്യമാക്കി വെക്കുക. നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളും നമ്മുടെ ഫ്രണ്ട്സും എല്ലാം നമ്മളോട് പറയും, ഇതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വേക്കൻസി ഇല്ല. KS കാർഡ് ബാങ്കിന് എന്ത് വേക്കൻസി ആണുള്ളത്? JCIക്ക് വേക്കൻസി ഉണ്ടോ? അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ പലതും, അല്ലെങ്കിൽ ആരെങ്കിലും ഇടുന്ന കമന്റ് ഒക്കെ കണ്ട് നിങ്ങൾ നെഗറ്റീവ് അടിക്കരുത്. നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പ്രിപ്പയർ ചെയ്ത 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ നിങ്ങളിൽ വിശ്വസിക്കുക.
നിങ്ങളുടെ കഴിവ് വിശ്വസിക്കുക എന്നുള്ളതാണ്. പുറത്തുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസുകൾ ഒന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ എന്ത് കേട്ടാലും ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞേക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാകണം. അല്ലാതെ ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് കേട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് ആരെ പറ്റിയും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ മാത്രം ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. ഓക്കെ. ദെൻ ഇംപ്രോപ്പർ ഗൈഡൻസ്. ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്ത് അവർ പറയുന്നു ആ ബുക്ക് കൊള്ളാം, ആ മെറ്റീരിയൽ കൊള്ളാം, ഇനിയിപ്പം വേറൊരു പുതിയ റാങ്ക് ഫയൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുകയാണ് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഇതിലെല്ലാം പിൻവാതിൽ നിയമനമാണ്. ഇങ്ങനെയുള്ള പല പല രീതിയിലുള്ള ഗ്രൂപ്പുകളിലും പല പല രീതിയിലുള്ള സോഷ്യൽ മീഡിയാസിലും അല്ലാതെ ഉള്ള പല പല ഇൻഫ്ലുവൻസുകൾ നമ്മൾ വരും. അതൊന്നും ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും നമ്മൾ സീക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമുക്ക് നമ്മളെ വിജയത്തിൽ എത്തിക്കുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ഓവർ കോൺഫിഡൻസ് ആൻഡ് അണ്ടർ കോൺഫിഡൻസ്. ഈ എക്സാമിന് KSCAD ബാങ്കിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ JCIക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മൾ പറയണം നമ്മൾ സഹകരണ മേഖലയുള്ള പല പരീക്ഷകളും എഴുതിയതാണ്. ഒരുപാട് പരീക്ഷ എനിക്ക് എഴുതിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് PG ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് എഴുതി. അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിൽ വില പോകത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോമ്പറ്റീറ്റീവ് എക്സാമിൽ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ, സ്മാർട്ടായിട്ട് പെർഫോം ചെയ്യുന്ന ആളിനാണ് ജോലി കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഓവർ കോൺഫിഡന്റ് ആകരുത്. അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ ആകരുത്. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ്, അതായത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാതി വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓവർ കോൺഫിഡന്റും ആകരുത്, അണ്ടർ കോൺഫിഡന്റും ആകരുത്. ഓക്കെ. പിന്നെ അടുത്തത് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹാർഡ് വർക്ക് ഒരിക്കലും നമുക്ക് എന്തില്ല, ഹാർഡ് വർക്ക് നേരെ സക്സസ് കൊണ്ട് തരത്തില്ല. നമുക്ക് സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. കാര്യം എന്താ, നമുക്കിനി ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പൊ നമ്മളിരുന്ന് ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, നമ്മൾ സ്മാർട്ട് ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഹാർഡ് വർക്ക് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഹാർഡ് വർക്ക് എലോൺ വോണ്ട് ഗ്യാരണ്ടി സക്സസ്, സ്മാർട്ട് വർക്ക് ഈസ് വാട്ട് നീഡഡ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ ഏത് പ്രിപ്പറേഷനിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് ഒരു പാറ പൊട്ടിക്കുന്ന പണിയല്ല. സ്മാർട്ടായിട്ട് നിങ്ങൾ ഈ 90 ഡേയ്സിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഒന്നിലും ഭയങ്കര ആഴത്തിൽ പഠിക്കുക എന്നുള്ളതല്ല, ഈ 90 ഡേയ്സിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ റാങ്കിനെ നിശ്ചയിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ ഈ പറയുന്ന മിസ്റ്റേക്സുകൾ ഒന്നും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ വരുത്തരുത്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്താൽ 90 ദിവസം ധാരാളമാണ് കേട്ടോ. ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക്, ഇതുവരെയും നിങ്ങൾ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ഇനിയും പഠിച്ചാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റുന്ന രീതിയിൽ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ KSCAD ബാങ്കിനും JCIക്കും കോംബോ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ്. അപ്പൊ ഇതിനകത്ത് ക്ലാസ്സുകൾ നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ്. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ക്യാപ്സൂൾ നോട്ട്സ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വേറെ മെറ്റീരിയലിനൊന്നും അലയേണ്ട കാര്യമില്ല. അപ്പൊ ക്യാപ്സൂൾ നോട്ട്സും കിട്ടും, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും കിട്ടും. ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്, അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ഈ കോഴ്സ് തരുന്നത്. അതോടൊപ്പം തന്നെ മന്ത് എൻഡ് ഓഫറും കൂടെ ഉണ്ട്. നവംബർ 30 വരെ മന്ത് എൻഡ് ഓഫറും കൂടെ 20% ഓഫറും കൂടെ ഉണ്ട്. അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ആണ് എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുക, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അതേപോലെ പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യണ്ട. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കാം. അപ്പൊ ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഈ 90 ദിവസത്തെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വേക്കൻസിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പൊ 2 പോസ്റ്റ് ആണ് അല്ലെ, JCI ഉണ്ട്, അതേപോലെ തന്നെ KSCAD ബാങ്കും ഉണ്ട്. അപ്പൊ ഏതിലെങ്കിലും നിങ്ങൾക്ക് വന്ന് ജോലി കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.